നമസ്കാരം. ഈ നിമിഷം നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്ക്രീനിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ, അതൊരു വെറും ആകസ്മികതയാണെന്ന് കരുതരുത്. ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ട്. അവർക്കിടയിൽ നിന്ന് നിങ്ങൾ മാത്രം ഇപ്പോൾ ഇവിടെ എത്തിയത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ വെറുതെ സംഭവിക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കാം ഇത്. അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം തളർന്നിരിക്കുന്ന ഒരു നേരത്ത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു കൈത്താങ്ങാണിത്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആത്മീയമായി ഒരു ഉണർവ് ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ മാറ്റം കൊതിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ സന്ദേശം ദൃശ്യമാകൂ. ശാന്തമായിരിക്കുക. അടുത്ത 1 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കാൻ പോകുകയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം ഒരു വഴിമുട്ടിൽ എത്തിനിൽക്കുകയാണെന്ന്. എന്നാൽ സത്യത്തിൽ അതൊരു വഴിമുട്ടല്ല, മറിച്ചൊരു തിരിവാണ്. ഈ വീഡിയോ കണ്ട നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അദൃശ്യമായ വാതിൽ തുറക്കപ്പെട്ടുകഴിഞ്ഞു. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച തടസ്സങ്ങൾ, അത് സാമ്പത്തികമാകാം, മാനസികമാകാം, അല്ലെങ്കിൽ ബന്ധങ്ങളിലാകാം, അവയെല്ലാം നീങ്ങാൻ തുടങ്ങും. ഒരു യന്ത്രം പ്രവർത്തിക്കുന്നതിനു മുൻപ് അതിന്റെ ഉള്ളിൽ ഘർഷണമുണ്ടാകുന്നതുപോലെ വലിയൊരു മാറ്റത്തിനു മുൻപ് ചെറിയ അസ്വസ്ഥതകളുണ്ടാകുന്നത് സ്വാഭാവികമാണ്. നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ തിരിച്ചറിയുക. നിങ്ങൾ വെറുമൊരു മനുഷ്യനല്ല, പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ ആത്മാവ് ഒരുപാട് സഹിച്ചു. ആരും കാണാതെ നിങ്ങൾ ഒഴുക്കിയ കണ്ണീരും ഹൃദയം ഉരുകി നിങ്ങൾ നടത്തിയ പ്രാർത്ഥനകളും വൃഥാവിലായി എന്ന് നിങ്ങൾ കരുതിയോ? ഒരിക്കലുമില്ല. പ്രപഞ്ചമെല്ലാം കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നു. ചിലപ്പോൾ ഉത്തരങ്ങൾ ലഭിക്കാൻ വൈകുന്നത് നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനാണ്. ഒരു ശില്പം മനോഹരമാകാൻ ഉളികൊണ്ട് ഒരുപാട് അടികൾ ഏൽക്കേണ്ടിവരും. അതുപോലെ വരാനിരിക്കുന്ന വലിയൊരു സൗഭാഗ്യത്തെ ഉൾക്കൊള്ളാൻ നിങ്ങളെ പാകപ്പെടുത്തുകയായിരുന്നു പ്രപഞ്ചം. നിങ്ങളുടെ ഓരോ ചോദ്യത്തിനും ഇപ്പോൾ ഉത്തരം ലഭിക്കാൻ തുടങ്ങും. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നത് വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണും. ചിലപ്പോൾ എല്ലാം തകർന്നു പോകുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ചില സൗഹൃദങ്ങൾ അവസാനിക്കുന്നു, ചില ജോലികൾ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി മുന്നിൽ വരുന്നു. ഭയപ്പെടരുത്. ഒരു വലിയ കെട്ടിടം പണിയണമെങ്കിൽ പഴയത് പൊളിച്ചു നീക്കണം. കൊടുങ്കാറ്റിനു മുൻപ് ഒരു ശാന്തതയുണ്ട്. അതുപോലെയാണ് നിങ്ങളുടെ ജീവിതവും. ഈ മാറ്റങ്ങൾ നിങ്ങളെ ശൂന്യമാക്കാനല്ല, മറിച്ച് പുതിയ ഊർജ്ജത്തെയും അവസരങ്ങളെയും സ്വീകരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥലമൊരുക്കാനാണ്. പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കിവച്ചിരിക്കുന്നത് നിങ്ങൾ ചോദിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങളാണ്. അടഞ്ഞ വാതിലുകളെ നോക്കി സങ്കടപ്പെടാതെ തുറക്കാനിരിക്കുന്ന വാതിലുകളിലേക്ക് ശ്രദ്ധിക്കുക. പ്രപഞ്ചം എപ്പോഴും വാക്കുകളിലൂടെയല്ല സംസാരിക്കുന്നത്, അത് സൂചനകളിലൂടെയാണ് സംവദിക്കുന്നത്. ചിലപ്പോൾ ഒരു പാട്ടിന്റെ വരികൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കും. ചിലപ്പോൾ വഴിയിൽ കാണുന്ന ഒരു അപരിചിതൻ പറയുന്ന വാചകം നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാകും. നിങ്ങൾ പകൽ 11 മണി കഴിഞ്ഞ് 11 മിനിറ്റ്, രാത്രി 2 മണി കഴിഞ്ഞ് 22 മിനിറ്റ് എന്നിങ്ങനെയുള്ള ചില സംഖ്യകൾ ആവർത്തിച്ചു കാണുന്നുണ്ടോയെങ്കിൽ ഉറപ്പിക്കുക, പ്രപഞ്ചം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ചിന്തകൾക്കിപ്പോൾ വലിയ ശക്തിയുണ്ട്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നുവോ അത് സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് ഭയത്തെയോ ദേഷ്യത്തെയോ കുറിച്ച് ചിന്തിക്കാതെ സ്നേഹത്തെയും വിജയത്തെയും കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെയാണ്, നന്മ മാത്രം അതിലേക്ക് ആകർഷിക്കുക. നിങ്ങളുടെ പഴയ ഭയങ്ങളും മുറിവുകളും ഇന്നിവിടെ ഉപേക്ഷിക്കുക. ഭൂതകാലത്തിലെ വിഷമങ്ങൾ നിങ്ങളെ തളർത്താൻ അനുവദിക്കരുത്. നിങ്ങൾ സവിശേഷമായൊരാത്മാവാണ്. ലോകത്തിന് വെളിച്ചം നൽകാൻ നിയോഗിക്കപ്പെട്ടവനാണ് നിങ്ങൾ. ഇപ്പോൾ എന്റെ കൂടെ ഈയൊരു കാര്യം ചെയ്യുക. കണ്ണുകൾ അടയ്ക്കുക. ദീർഘമായി ശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് പൂർണ്ണ വിശ്വാസത്തോടെ പറയുക, ഞാൻ തയ്യാറാണ്. പ്രപഞ്ചം എനിക്കായി കരുതിയിരിക്കുന്ന എല്ലാ നന്മകളെയും മാറ്റങ്ങളെയും ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ഈ വാചകം ഒരു മന്ത്രം പോലെ നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങട്ടെ. നിങ്ങൾ ഈ മാറ്റം സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതം ഇനി പഴയതുപോലെ ആയിരിക്കില്ല. ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിവരുന്നു. നന്ദി. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക.